നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം കലോത്സവ വിശേഷം. രാവിലെ വേദി 1 നീലത്താമരയിൽ UP വിഭാഗം മോഹിനിയാട്ടത്തോടു കൂടിയാണ് കലോത്സവത്തിന്റെ അരങ്ങുണർന്നത്. തുടർന്ന് വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു. വേദി 2 നിർമ്മാല്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ അർബനമുട്ടാണ് ആദ്യം നടന്നത്. വേദി 3 UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തിരുവാതിരക്കളി, വേദി 4 UP ഹൈസ്കൂൾ വിഭാഗത്തിന്റെ അറബി ഗാനം, ഹൈസ്കൂൾ വിഭാഗത്തിന് ചിത്രീകരണം, വേദി 5 UP നാടക മത്സരം, വേദി 6 ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെയും അഷ്ടപതി, പിന്നീട് ചാക്യാർകൂത്ത്, വേദി 7 മാണിക്യകല്ലിൽ UP ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സംഘഗാനം സമാപിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഗാനമേള വൃന്ദവാദ്യം വേദി 8 നടന്നു. UP സംസ്കൃത നാടകം വേദി 8 സമാപിച്ചു. വേദി 9 UP ഹൈസ്കൂൾ ദേശഭക്തി ഗാനവും വേദി 10 UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഉറുദു സംഘഗാനവും ഉണ്ടായി. വേദി 11 UP സംസ്കൃത കഥാകഥനം, ചമ്പു പ്രഭാഷണം, ഹൈസ്കൂൾ പ്രഭാഷണം, വേദി 12 അറബിക് ഗദ്യവായന, കഥ പറയൽ, ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഖുർആൻ പാരായണം തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. പറയിപെറ്റ പന്തീരുകുലത്തിന്റെ പെരുമ പേറുന്ന തൃത്തലയുടെ മണ്ണിൽ കൗമാര പ്രതിഭകളുടെ കലാമേളയ്ക്ക് ആരംഭം. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തതോടെയാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തൃത്തല ഹൈസ്കൂളിൽ തിരശീല ഉയർന്നത്. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം പട്ടികജാതി ക്ഷേമ വകുപ്പ് ടൂറിസം മന്ത്രി AP അനിൽകുമാറാണ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തത്. VT ബൽറാം MLA അധ്യക്ഷനായി. വിവിധ സ്റ്റാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ, തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് KP സ്വർണകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരനിസ മുസ്തഫ, പഞ്ചായത്ത് അംഗങ്ങളായ മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹബീബ് കോട്ടയിൽ, സ്കൂൾ പ്രധാനാധ്യാപിക പാർവതി, സ്കൂൾ പ്രിൻസിപ്പൽ K രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തൃത്താലയിൽ ആദ്യമായി വിരുന്നെത്തുന്ന കലാമേളയെ വൻ ആഘോഷത്തോടു കൂടിയാണ് ദേശം വരവേറ്റത്. വൈകിട്ട് 4 മണിക്ക് തൃത്താല ടൗണിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര തൃത്താലയുടെ സാംസ്കാരിക പെരുമ വിളിച്ചോതി. VT ബൽറാം MLA ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ബാൻഡ് വാദ്യം, പഞ്ചവാദ്യം, കളരിപ്പയറ്റ്, കുങ്ഫു, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് ദൃശ്യഭംഗിയൊരുക്കി. ഘോഷയാത്ര 5 മണിയോടെ തൃത്താല ഡോക്ടർ KB മേനോൻ ഹൈസ്കൂളിൽ എത്തിച്ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് U ഹൈദ്രോസ്, BJP തൃത്താല മണ്ഡലം പ്രസിഡന്റ് ഷിബി മേനോത്ത, സ്കൂൾ പ്രിൻസിപ്പൽ K രാജീവ്, പഞ്ചായത്ത് അംഗം മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹബീബ് കോട്ടയിൽ എന്നിവർ പങ്കെടുത്തു. നാളെ നടക്കുന്ന പ്രധാന മത്സരങ്ങൾ ഇവയാണ്. വേദി 1 കുച്ചിപ്പുടി, 2 ചവിട്ട് നാടകം മാർഗംകളി, വേദി 3 നാടോടി നൃത്തം, വേദി 4 അറബിക് കലോത്സവം, 5 സംസ്കൃത നാടകം, 6 കോൽക്കളി വട്ടപ്പാട്ട്, 7 വേദിയിൽ കഥാപ്രസംഗം, 8 വേദിയിൽ ഓട്ടംതുള്ളൽ, 9 അറബിക് പദ്യം ചൊല്ലൽ, 10 ശാസ്ത്രീയ സംഗീതം, 11 പദ്യം ചൊല്ലൽ, 12 അറബിക് പദ്യം ചൊല്ലൽ, 13 കന്നഡ പദ്യം ചൊല്ലൽ. 14 വേദിയിൽ നാളെ മത്സരം ഉണ്ടാകില്ല. കലാമേളയുടെ ആദ്യ ദിനത്തെ ദൃശ്യങ്ങളിലേക്ക്. KSEB അറിയിപ്പ്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ചാലിശ്ശേരി സെക്ഷൻ പരിധിയിലെ പട്ടിശ്ശേരി, പടിഞ്ഞാറേ പട്ടിശ്ശേരി, മുല്ലപ്പള്ളി പിടിക, റോയൽ ഡെന്റൽ കോളേജ്, ആലിക്കര, പതിയാർ, ചാലിശ്ശേരി അങ്ങാടി, പോലീസ് സ്റ്റേഷൻ, PHC എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. ഒരു ഇടവേള. കേരള വിഷൻ ഡിജിറ്റൽ TV. കേബിൾ TV കാണുന്നതിന് ഇന്നുള്ള അനലോഗ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഡിജിറ്റൽ കേബിൾ TV നിലവിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ 2014 സെപ്റ്റംബർ 30-നും ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ 2014 ഡിസംബർ 31-നും ഇത് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. കേന്ദ്ര സർക്കാർ നിയമം മൂലം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ അനിവാര്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകൾ തുടർന്നും കാണുന്നതിന് ഓരോ ഉപയോക്താവും സെറ്റ് ടോപ്പ് ബോക്സുകൾ വീടുകളിൽ സ്ഥാപിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സെറ്റ് ടോപ്പ് ബോക്സുകൾ സ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററെ സമീപിക്കുക. നാമമാത്രമായ അധിക മാസവരി സംഖ്യ നൽകി 225-ലധികം ചാനലുകൾ കൂടുതൽ ദൃശ്യ ശ്രാവ്യ മിഴിവോടെ ആസ്വദിക്കൂ. കേരള വിഷൻ ഡിജിറ്റൽ TV എന്നും ജനങ്ങളോടൊപ്പം.
CCTV ബ്രോഡ്ബാൻഡ് സർവീസ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗമായ റെയിൽവേ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് ഹൈസ്പീഡ് ഇന്റർനെറ്റ് സർവീസ്. ആകർഷകമായ താരിഫുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 8589859859. ആധുനിക കാലഘട്ടത്തിലെ മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസവും വിപണന സംസ്കാരവും നമ്മുടെ കുട്ടികൾക്ക് മുൻപന്തിയിലെത്താൻ വിലങ്ങുതടിയാകുമ്പോൾ CCTVയും ദിശയുമായി കൈകോർത്തുകൊണ്ട് സമൂഹത്തിൽ പഠന നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഉന്നത നിലവാരത്തിലെത്തിക്കുന്നതിനായി നൂതനമായ പാഠ്യപദ്ധതിക്ക് രൂപം നൽകുന്നു. 1, 6, 2, less 6, less 2, 9, less 6, less 1, 2, less 1, 4, 5, less 3, 6, less 1, 9, less 2, 2, less 1, less 3. 20. കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി +2 ഡിഗ്രി കോഴ്സുകൾ വിജയിച്ച കഴിവും താൽപ്പര്യവുമുള്ള വീട്ടമ്മമാർക്ക് സുവർണാവസരം. ഹ്രസ്വകാല പരിശീലനത്തിന് ശേഷം വീട്ടിലിരുന്ന് മാന്യമായ സ്ഥിര വരുമാനം. താൽപ്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക. CCTV ടവർ, നെഹ്റു നഗർ, കുന്നംകുളം. ഫോൺ 9020945338 9497312656. വാർത്തകളിലേക്ക്. ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ കൊല്ലങ്കോട് സേഫ് ജിം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശരീര സൗന്ദര്യ മത്സരത്തിൽ മിസ്റ്റർ പാലക്കാട് ബി ബിനീഷ് സീനിയർ വിഭാഗം, S സുജീവ് ജൂനിയർ വിഭാഗം, K സുഫീർ സബ് ജൂനിയർ വിഭാഗം, മൂവരും നല്ലേപ്പള്ളി അമേഷ് ജിം എന്നിവരെ തെരഞ്ഞെടുത്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VK ശ്രീകണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ MP രാജേഷ് MP സമ്മാനദാനം നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ VM ബഷീർ, TV പോളി, A അനന്തൻ, AP ജോഷി, C ഹരിദാസ്, M കൃഷ്ണപ്രസാദ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C കൃഷ്ണകുമാർ, കൗൺസിലർ PV രാജേഷ് എന്നിവർ സംസാരിച്ചു. ടൗൺ ഹാളിൽ നടന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ 85ഓളം ക്ലബ്ബുകളിൽ നിന്നായി 465 പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റായി G ബാലസുബ്രഹ്മണ്യനെയും ജനറൽ സെക്രട്ടറിയായി M മോഹനെയും 18ാം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. K സതീശനാണ് ട്രഷറർ. മറ്റു ഭാരവാഹികൾ AK വേലായുധൻ, G സന്തോഷ് വൈസ് പ്രസിഡന്റുമാർ, M മധുകുമാരൻ നായർ, P പ്രേംനാഥ് എന്നിവർ സെക്രട്ടറിമാർ, PK ശ്രീകണ്ഠൻ, KP പ്രഭാകരൻ ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ, കമ്മിറ്റി അംഗങ്ങളായി S മധുസൂദനൻ നായർ, K ശശികുമാർ, CR രവീന്ദ്രൻ, AN ദിനേശ് ബാബു, R ജയശ്രീ, R ഗോപി നായർ, R വേണുഗോപാലൻ, R രമേഷ് മല്ലയ്യ, R ജയകുമാർ, KK മണി, S രാജൻ, K ബാലൻ, M വാസുദേവൻ, B രാജേന്ദ്രൻ, KB മുരളീകൃഷ്ണൻ, ശ്രീജിത്ത് മോഹൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ മികച്ച ഗണിത വിദ്യാലയമായി കൈറാടി സെന്റ് തോമസ് UP സ്കൂളിനെ തെരഞ്ഞെടുത്തു. ഈ വിഭാഗത്തിൽ കൊല്ലങ്കോടാണ് മികച്ച ഉപജില്ല. ഗണിതശാസ്ത്രമേളയിൽ UP വിഭാഗം ജിയോമെട്രിക് ചാർട്ടിൽ 5ാം ക്ലാസ്സിലെ G നന്ദന ഫസ്റ്റ് A ഗ്രേഡും സ്റ്റീൽ മോഡലിൽ 6ാം ക്ലാസ്സിലെ ആദിത്യ B സാജ് A ഗ്രേഡും നേടി. 15 പോയിന്റോടെയാണ് സെന്റ് തോമസ് സ്കൂൾ മികച്ച ഗണിതശാസ്ത്ര വിദ്യാലയ പദവിയിലേക്ക് എത്തിയത്. ഓയിസ്ക ഇന്റർനാഷണൽ പാലക്കാട് ചാപ്റ്ററുകളുടെയും പാലക്കാട് ലയൺസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പശ്ചിമഘട്ട സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗ്രീൻ പാർലമെന്റ് ജില്ലാതല മത്സരം സംഘടിപ്പിച്ചു. പാലക്കാട് ലയൺസ് ഗോൾഡൻ ജൂബിലി ഹാളിൽ നടന്ന സമ്മേളനം ലയൺസ് ക്ലബ് പ്രസിഡന്റ് P നാരായണൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പാർവതി വാര്യർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, പ്രിയ വെങ്കടേഷ്, പ്രൊഫസർ സുരേഷ് ബാബു, ഡോക്ടർ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് 40 പേരടങ്ങുന്ന ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മുട്ടിക്കുളങ്ങര സെന്റ് ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.